നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 80 ലക്ഷം മലയാളികളിലേക്ക് സർവേയുമായി ഇറങ്ങുകയാണ് CPM-ഉം സർക്കാരും. മൂന്നാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM സർക്കാർ കേരളത്തിൽ ഉണ്ടാകുമോ? ഇതാണ് സർവേയുടെ വിഷയം. 80 ലക്ഷം മലയാളികളോട് ഈ ചോദ്യം ചോദിക്കാൻ ഒരുങ്ങുകയാണ് CPM-ന്റെയും സർക്കാരിൻ്റെയും സർവേ സംഘം. വരും ദിവസങ്ങളിൽ ഓരോ വീടും കയറിയിറങ്ങി എന്ന് വെച്ചാൽ ഏതാണ്ട് 25 ലക്ഷത്തോളം വീടുകളിൽ കയറിയിറങ്ങിയാണ് ഈ സർവേ നടത്തുക. ഈ സർവേയിൽ ചോദ്യങ്ങൾ ഇതാണ്: പിണറായി വിജയൻ സർക്കാർ തുടരണമോ വേണ്ടയോ? സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജനകീയ പദ്ധതികളിൽ നിങ്ങൾ സംതൃപ്തരാണോ? ഇത്തരം ചോദ്യങ്ങളാണ് ആ സർവേയിൽ ഉണ്ടാവുക. സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ജനങ്ങൾ സംതൃപ്തരാണോ? സംതൃപ്തരാണെങ്കിൽ എത്ര ശതമാനം സംതൃപ്തരാണ്? ഇതാണ് സർവേകളിൽ ഉണ്ടാകുന്നത്. 80 ലക്ഷം മലയാളികളിൽ സർവേ നടത്തുക എന്ന് വെച്ചാൽ 25 ലക്ഷം വീടുകൾ സന്ദർശിക്കുക എന്നാണ് അർത്ഥം. 25 ലക്ഷം വീടുകൾ സന്ദർശിക്കുമ്പോൾ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 ഭാഗത്തെ സന്ദർശിച്ചു കഴിയും. ഈ 1/3 ഭാഗത്തിന്റെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തിയാൽ അത് കൃത്യമായി സംസ്ഥാനത്തെ ജനങ്ങളുടെ അഭിപ്രായമാക്കി വിലയിരുത്താമെന്നാണ് സർവേ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും CPM തയ്യാറാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ KM എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘമാണ് ഈ സർവേയുടെ ബുദ്ധി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത്. ഇവർ ഇതിനായുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിനായി ഒരു പ്രമുഖ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഏജൻസിയുടെ ആളുകൾ, പ്രത്യേകിച്ച് അവർ കോളേജ് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അക്കാഡമിക് മേഖലയിലുള്ളവരായിരിക്കും. അവർ നമ്മളെ ഓരോരുത്തരെയും സന്ദർശിച്ച് ഇത്തരം ചോദ്യാവലികൾ നൽകുകയും പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ എത്ര കണ്ട് കേരളത്തിലെ ജനങ്ങൾ സംതൃപ്തരാണ് എന്നുള്ള ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുക. മാത്രമല്ല, പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയായാൽ കൂടുതൽ നേട്ടങ്ങൾ സംസ്ഥാനത്തിനുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും അതിനകത്തുണ്ടാകാം. ഈ ചോദ്യങ്ങളിൽ നിന്നാണ് കൃത്യമായിട്ട് ജനങ്ങളുടെ മനോവികാരം എന്താണെന്ന് മനസ്സിലാക്കുക. ആന്റി ഇൻകംബൻസി ഫാക്ടർ അഥവാ ഭരണവിരുദ്ധ വികാരം കൃത്യമായി സംസ്ഥാനത്തുണ്ടെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ CPM-ഉം സർക്കാരും. അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള ഉപാധി അത് എത്രയുണ്ടെന്ന്, ആ അളവ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക എന്നതാണ്. മാത്രമല്ല, ഓരോ വിഭാഗങ്ങളിലും, അത് മതപരമായ വിഭാഗങ്ങളിലും ജാതിപരമായ വിഭാഗങ്ങളിലും ആളുകൾക്കിടയിലുള്ള പ്രായ വ്യത്യാസങ്ങളിലും മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, ഇവരുടെയൊക്കെ ഓരോ കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് ഈ സർവേ റിസൾട്ട് വരിക. ഇതിൽ നിന്ന് കൃത്യമായി സർക്കാരിനെതിരെയാണോ അല്ലെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും സർക്കാരിനെതിരെയാണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മനസ്ഥിതിയാണോ ജനങ്ങൾക്കുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കാൻ ഈ സർവേ കൊണ്ട് സാധിക്കുമെന്നാണ് CPM-ഉം സർക്കാരും വിചാരിക്കുന്നത്, കരുതുന്നത്. അതുകൊണ്ട് തന്നെ 80 ലക്ഷം മലയാളികളെ നേരിട്ട് പോയി കണ്ട് സർവേ നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൃത്യമായിരിക്കുമെന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ആ റിസൾട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അത് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് CPM-ഉം സർക്കാരും പിണറായിയുമെല്ലാം കരുതുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ 80 ലക്ഷത്തോളം മലയാളികളെ എന്ന് വെച്ചാൽ ഏതാണ്ട് 25-24 ലക്ഷം വീടുകളിൽ നേരിട്ട് ചെന്നായിരിക്കും ഈ സർവേ നടത്തുക. ഈ സർവേയിൽ നിന്നാണ് കൃത്യമായ വിവരങ്ങൾ CPM-നും സർക്കാരിന് ലഭിക്കുക. അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികളിലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് മനസ്സിലാകുന്നത് ഈ സർവേകളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ സർവേയുമായി വരുന്നവരെ പ്രതീക്ഷിക്കാം. പിണറായി സർക്കാർ കേരളത്തിൽ 3ാം തവണയും അധികാരത്തിൽ വരുമോ എന്നുള്ളതിൻ്റെ കൃത്യമായ സർവേയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ആ സർവേയിൽ കിട്ടുന്ന ഫലമനുസരിച്ചാണ് CPM-ഉം സർക്കാരും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്.